പഠിച്ചത് കുറേ കഴിഞ്ഞിട്ട് കേട്ടു. അപ്പം എന്ത് നമ്മൾ പ്രാർത്ഥിച്ചാലും കിട്ടും എന്നുള്ള ഒരിത് എനിക്കുണ്ട്. അത് അങ്ങനെ കുറച്ച് രണ്ടാളുകൾ പരിചയപ്പെടുത്തരാം. ഉമ്മയും മോളുമാണ്. ഹായ്, അസ്സലാമു അലൈക്കും. പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, ഒരു അപൂർവമായ ഒരു സംഭവമാണ്. പറയും. എൻ്റെ പേര് ഷഹനാസ്. മോളുടെ പേര്? എൻ്റെ പേര് ഫാത്തിമ. അത് ഞാൻ ഈ 20 വർഷങ്ങൾക്ക് ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ഡിഗ്രി എഴുതി പാസ്സായി പൊളിറ്റിക്കൽ സയൻസിൽ. അതാണ് ഉണ്ടായത്. അപ്പോൾ അതേ സമയം തന്നെ മോള് ബികോം എഴുതേനു. അതാണ് ഉണ്ടായത്. ഓള് ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തപ്പോൾ ഞാനും ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തു. ഞാൻ പൊളിറ്റിക്കൽ സയൻസ്. മോള് ഞാൻ ബികോം. ചോദിക്കാം, ഇതേതാ സ്ഥലം എന്ന് പറയാം? ഇത് മേലാറ്റൂർ ഉച്ചാരക്കടവ്. ഹസ്ബൻഡ് എവിടെ? ഹസ്ബൻഡ് റിയാദില്. പേരെന്താ? സാജിദ് തെച്ചിക്കോട്. ഭർത്താവിന്റെ വലിയ സപ്പോർട്ട്. നല്ലോണം സപ്പോർട്ട് ഉണ്ട്. പിന്നെ എൻ്റെ ഉമ്മാന്റെ പ്രാർത്ഥന. ഉമ്മ ഞാൻ ഓരോ എക്സാമിന് പോകുമ്പോഴും ഞാൻ ഉമ്മാക്ക് വിളിക്കും. അപ്പം ഉമ്മ നല്ല എഴുതാൻ കിട്ടും. അത് പറയണ അന്ന് എനിക്ക് നല്ല ഉഷാറായിട്ട് എഴുതാനും കഴിയലുണ്ട്. പിന്നെ ഉമ്മയാണ് ഫുള്ള് സപ്പോർട്ട്. ഉമ്മയും കുട്ടികളും ഹസ്ബൻഡും. പിന്നെ ഓരോ എക്സാം കഴിയുമ്പോഴും കുട്ടികൾ ചോദിക്കും, ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ഉമ്മ, ഏതൊക്കെ എഴുതി, ഏതാ ഗ്രേഡ്. ഓലിൻ്റെ ഗ്രേഡൊക്കെ ഞാൻ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ ഗ്രേഡൊക്കെ ഓല് കണക്കാക്കും. എന്താ എനിക്ക് എൻ്റെ ഇമ്മാനെ അതിൽ എന്തായാലും കൂട്ടണം. അതെന്താണെന്നറിയോ, ഉമ്മയാണ് എനിക്ക്. ഉമ്മ ഓരോ പേപ്പറിന്റെ കഷ്ണം എടുത്തിട്ട് നല്ല പേപ്പർ വായിക്കും. അപ്പൊ ഉമ്മ പേപ്പറിന്റെ കഷ്ണം എടുത്തിട്ട് ഇവിടെ ഉണ്ട്, അങ്ങനെ PSC ടെസ്റ്റിന് പോയിക്കോ, ഇങ്ങനെ PSC ടെസ്റ്റിന് പോയിക്കോ, അങ്ങനെ അതിന് ചേർന്നോ, ജോയിൻ ചെയ്തോ, അങ്ങനെ ഇങ്ങനെ പറയും. പിന്നെ ഇത് ചെയ്തപ്പോൾ ഉമ്മാക്ക് ഭയങ്കര ആഗ്രഹം. അപ്പൊ ഓരോന്നിനും സപ്പോർട്ട് ചെയ്ത് ഉമ്മ അങ്ങനെ പറയും. വാപ്പല്ല, ഉമ്മാന്റെ പേര് സുഹറ. ഉമ്മ പാലയംപടിയാണ് സുഹറ ഉമ്മാന്റെ പേര്. വാപ്പ മരിച്ചു. വാപ്പാക്കും ഇഷ്ടമാണ് ഇങ്ങനെ പഠനമൊക്കെ. പിന്നെ അനിയത്തി ഉണ്ട്. അനിയത്തി നല്ല സപ്പോർട്ട്. എന്തെങ്കിലുമൊക്കെ ആയാലും അപ്പോൾ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിരും ഞങ്ങൾക്ക്. എന്തെങ്കിലും മാർക്ക് കിട്ടിയാൽ അപ്പോൾ ഗിഫ്റ്റ് കുട്ടികൾക്കും എനിക്കൊക്കെ ഗിഫ്റ്റ് ആയിട്ട് വരും. അനിയത്തി പറഞ്ഞു, ഞാനിങ്ങനെ എനിക്കിപ്പോൾ 20 വർഷത്തിന് ശേഷം നമുക്ക് നല്ല എന്താ പറയുക ടച്ച് വിട്ടല്ലോ. അപ്പം അനിയത്തി അറിയാൻ എഴുതിക്കൂടെ, അപ്പോൾ കിട്ടും, അങ്ങനെ പഠിച്ചുകൂടെ, അപ്പോൾ കിട്ടും. അപ്പം മാഷാ അല്ലാഹ്, അള്ളാൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടും നമ്മളമ്മമാരെയും ഒക്കെ പ്രാർത്ഥന കൊണ്ടും നല്ല ഉഷാറായിട്ട് എനിക്ക് എഴുതാൻ പറ്റി. 23 വർഷങ്ങൾക്ക് ശേഷം ഞാനത് അച്ചീവ് ചെയ്തെടുക്കും. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഏതുവരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ +2 വരെ പഠിച്ചതേനു മലപ്പുറം MSP. +2 ഏതായിരുന്നു? കൊമേഴ്സ്. ഇപ്പൊ പാസ്സായത് ഡിഗ്രി ഏതാ? ഡിഗ്രി പൊളിറ്റിക്കൽ സയൻസ്. മോൾ ഏതാ പാസ്സായത്? ബികോം പാസ്സായത്. പിന്നെ ഞാൻ ചോദിക്കണതല്ല, അപ്പം എന്തുകൊണ്ടാണ് പഠനം നിർത്തിയത്? എങ്ങനെയാണ് ഈ ഒരു ഡിഗ്രി പഠിക്കണം തോന്നിയത്? അല്ലേ, എങ്ങനെ തോന്നി? ഒരു ഗ്യാപ്പ്, വലിയൊരു ഗ്യാപ്പ് വന്നല്ലോ. അത് മാത്രമല്ല, നിങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് ഒരു വീട്ടമ്മയാണ്. എത്ര മക്കളാ? 4 മക്കളെ നോക്കണ്ടേ, അവരെ പരിചരിക്കണല്ലോ. പഠനം ഡിഗ്രി നല്ല മാർക്കിൽ പാസ്സാവുകയും ചെയ്തു. എവിടെ പഠിച്ചത്? നളന്ദ കോളേജിൽ പഠിച്ചു. അപ്പൊ ആ പ്രതിസന്ധിയും കാര്യങ്ങളും എന്തുകൊണ്ട് നിർത്തി? ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയും. എങ്ങനെ തുടങ്ങി? ആരാ പ്രേരണ? അത് ഞാൻ പറയാം. ഞാൻ +2 പാസ്സായി. അന്ന് 2nd ക്ലാസ്സിൽ പാസ്. എനിക്ക് 2nd ബാച്ചിൽ മലപ്പുറം കോളേജിൽ അഡ്മിഷൻ കിട്ടി. ഞാൻ ചേർന്ന് വന്ന അന്ന് എന്നെ കാണാൻ വന്നിരിക്കുന്നുണ്ട്. അവിടെ ഇതൊക്കെ കൊണ്ടേ കൊടുത്ത അന്ന് കല്യാണം. കൊറേ യൂണിവേഴ്സിറ്റിയിൽ അല്ല ഇവിടേക്ക് പോയിക്കണം, യൂണിറ്റി കോളേജ് അവിടെയൊക്കെ. അവിടെ അന്നൊരു കാർഡ് വരെയാണ്. അങ്ങനെയാണ് കാർഡാണ്, അഡ്മിഷൻ കാർഡ്. അഡ്മിഷൻ കിട്ടി അങ്ങനെ മെസ്സേജ് പരിപാടി ഒന്നും. അപ്പൊ എല്ലാ കോളേജിലും അഡ്മിഷൻ കിട്ടി, ഒരുവിധം അഡ്മിഷൻ കാർഡ് വന്നു. അപ്പൊ വാപ്പന്ന് ഗൾഫിലാണ്. ഉമ്മ അതിനൊക്കെ നല്ലോണം ഒപ്പം പോന്നേരും. എങ്ങനെ ഉമ്മയാണ്. അപ്പൊ ഉമ്മ ഓട്ടോ പിടിച്ച് അവിടെ ഏറ്റവും കൊണ്ടുപോയി എല്ലാം ഇതാക്കി ഒക്കെ ചെയ്തുതരും. മഞ്ചേരി കോളേജില് എന്താ യൂണിറ്റി വിമൻസിന്റെ വേറെ ഒന്നുമില്ലേ, NSS അതിലും കിട്ടീനു. അതൊക്കെ ഉമ്മ ഒപ്പം നടന്ന് ഇങ്ങനെ ഇതാക്കി തരും. അങ്ങനെ ഈ മലപ്പുറം കോളേജിൽ ചേർന്ന അന്നാണ് എന്നെ കാണാൻ വരുന്നത്. എന്നിട്ട് പിറ്റേത്തെ ആഴ്ചന്റെ കല്യാണം കഴിഞ്ഞു. അതോടുകൂടി പഠനം നിന്ന പോലെയായി. അപ്പൊ പിന്നെ നമ്മള് പുറത്തുപോയി, റിയാദിലേനു, സൗദിയില് ജിദ്ദയിലേനു. പിന്നെ അത് കഴിഞ്ഞ് കുട്ടികള് മക്കള് ഇവള്, പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു മോള്, പിന്നെ വേറൊരു മോള്, പിന്നെ ഒരു മോന്, അങ്ങനെ കുടുംബായി. പിന്നെ ഇടക്ക് വരവ് നല്ലോണം ഉണ്ട്. നല്ല പഠിക്കണമെന്നുണ്ട്. പക്ഷെ അപ്പം നിന്നെ കളിയാക്കും. അന്ന് ഇവരൊക്കെ തന്നെ കുട്ടികളും അതൊക്കെ വെറുതെ പറയണേ. അപ്പോഴും എന്റെ ഉമ്മ എന്താട്ടും, എന്തെങ്കിലും പേപ്പറിലൊരു കട്ട് കിട്ടുമ്പോ ഈ വരുന്നുണ്ടോ, നമുക്ക് ഇവിടെ ചേരാ. വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവിടെയാണെങ്കിലും അമ്മ ആഗ്രഹിച്ച് പഠിപ്പിച്ച ഒരു കുട്ടിയാണ്. എന്നിട്ട് അതിന്റെ ഇടയിൽ ഇവരെ കളിയാക്കല്ലോ. ഇനിയിപ്പോ നടക്കുവോ? അല്ല, തമാശ കൂടി, സ്നേഹത്തിന്റെ കളിയാക്കൽ. അതന്നെ, അത് ഒറിജിനൽ കളിയാക്കലല്ല. എന്നിട്ട് അപ്പൊ ഇങ്ങനെ പറയും. പിന്നെ എന്റെ വാപ്പ അങ്ങനെ പറയുന്ന TTCക്ക് ചേർന്നോ,
അങ്ങനെ ചെയ്തോ ഒക്കെ പറയുമ്പോൾ ആദ്യം പറയും. പക്ഷെ എനിക്കതൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാന് ഇവരൊക്കെ സ്കൂൾക്ക് പോയപ്പോഴ് കോളേജിലേക്ക് പോയപ്പോ എനിക്കൊരു ഒറ്റപ്പെടൽ ഇങ്ങനെ ഫീൽ ചെയ്യുമല്ലോ. അപ്പൊ ഈ പഠനം എന്റെ കയ്യിലുണ്ടല്ലോ, അങ്ങനെ ഒരു മുന്നില് എനിക്ക് പഠിക്കാൻ കഴിയും, അതെനിക്കറിയാം. അത്ര ഗ്യാപ്പ് വന്നിട്ടും കോൺഫിഡൻസ് അതെനിക്ക് ഒന്നിലും ഇല്ല, കോൺഫിഡൻസ് എല്ലാത്തിലും ഉണ്ട്, വെറുതെ ഒരു കോൺഫിഡൻസ് ആണ്. അല്ല, അതൊരു സക്സസിന്റെ ലക്ഷണമാണത്. നിങ്ങൾക്ക് വേണേ LLB പോയാൽ പാസ്സാവുന്ന വക്കീലാവാ അല്ല മച്ചോ. എന്നിട്ട് അപ്പോ എന്താണ് അങ്ങനെ ഞാൻ കൊറേ കോളേജിൽ വിളിച്ചു ചോദിച്ചു. അപ്പൊ എല്ലാരും ഏജ് ചോദിക്കുമ്പോ നിനക്ക് 38 ആണ്. അപ്പൊ അത് ചേരാൻ നിക്കുമ്പോ അപ്പൊ ഒരു പറയും ഇല്ല 38 ഇനിയിപ്പൊ എന്തിനാ പഠിക്കണോ, അങ്ങനെ കൊറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെ പറഞ്ഞു എന്നോട്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയണില്ല, മോശം. അപ്പൊ ഞാൻ പ്രഭാകരൻ സാർ അടുത്ത് പോയി, നളന്ദ കോളേജിൽ. അപ്പൊ സാറ് പറഞ്ഞു ഇങ്ങോട്ട് പോര്, എനിക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഞാൻ ചെയ്തു തരാം. അപ്പൊ തന്നെ എനിക്ക് പകുതി ആശ്വാസമായി. അപ്പൊ എന്നോട് പറഞ്ഞു റെഗുലർ ക്ലാസ്സിൽ വരുന്ന പോലെ വരണമെങ്കിൽ അങ്ങനെ ആവാ, എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും സാറ് ചെയ്തു തന്നു. അപ്പൊ ഞാനവിടെ ഒരു കുട്ടികളെ പോലെ, അതായത് ബാഗും തൂക്കി സാധാ ചോറും പാത്രവും ഒക്കെ കൊണ്ടുവരാൻ അങ്ങനെ ഒരു 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പോയി. അന്ന് ഇവർ എനിക്ക് എല്ലാം സഹായിച്ചു തന്നു, ഇങ്ങനെ എല്ലാ പണികളിലും ഒക്കെ കൂടി തന്നു. ഹസ്ബൻഡ് പറഞ്ഞു പോയിക്കോ. ഹസ്ബൻഡിന്റെ സപ്പോർട്ട് സൂപ്പർ ആയിട്ട് കേട്ടോ, അതുണ്ട്. പിന്നെ അപ്പോൾ ഞാനങ്ങനെ പോയപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു കൗതുകം. അപ്പോൾ കുട്ടികളൊക്കെ എല്ലാവരും നല്ല കയ്യോടെ സ്വീകരിച്ചു തന്നെ. പിന്നെ ഉച്ചയാകുമ്പോൾ എനിക്ക് ഏറെ ഇഷ്ടമാണ് ചോറ് എല്ലാവരും ഒപ്പം തിന്ന, ചോറും പാത്രം എടുത്തിട്ട് അത് നല്ല രസത്തിൽ കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത്. അപ്പോൾ എനിക്കൊരു കുട്ടീനെ പോലെ ഫീൽ ചെയ്തു, ഞാനൊരു കുട്ടിയായ പോലെ ഫീൽ ചെയ്തു. പിന്നെ ഫസ്റ്റ് സെം എനിക്ക് ഭയങ്കര ടെൻഷൻ, എങ്ങനെ എക്സാം എഴുതാം. പിന്നെ യൂണിവേഴ്സിറ്റി ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ പ്രാർത്ഥിച്ചിരുന്നു, പഠിച്ചാൽ എൻ്റെ വീട്ടിലെല്ലാവരും ഇങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരു എക്സാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ എഴുതണമെന്ന്. പഠിച്ചാൽ അത് കുറേ കഴിഞ്ഞിട്ട് കേട്ടു. അപ്പോൾ എന്ത് നമ്മൾ പ്രാർത്ഥിച്ചാലും കിട്ടും എന്നുള്ള ഒരിത് എനിക്കുണ്ട്. അത് അങ്ങനെ ഫസ്റ്റ് സെം എഴുതിയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷന്, എന്താവാ. പക്ഷെ എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ നല്ല പഠിച്ചത് ഫസ്റ്റ് സെമ്മിനാ, പക്ഷെ മാർക്ക് കുറവായില്ല. അത് കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഓൺലൈനിൽ ക്ലാസ് വരും, കുക്ക് ചെയ്യുമ്പോൾ ക്ലാസ് അങ്ങനെ ഇടും, അങ്ങനെ അങ്ങനെ. അപ്പൊ ഓഡിയോ ഉണ്ടാവുമല്ലോ, ഓഡിയോ കേട്ടാ പഠിച്ചത്. പിന്നെ ഒന്ന് വായിച്ചിട്ട് പിന്നെ ChatGPT, പിന്നെ കുട്ടികൾ നല്ല ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ എല്ലാരും എന്താ ഇങ്ങനെയൊക്കെയാണോ കണ്ടാലങ്ങനെ തോന്നൂല. അങ്ങനെ ഞാനിന്ന് അങ്ങനെ ഈ പഠിക്കണ്ടെന്ന് പറയാം. പിന്നെ എല്ലാരും ഇങ്ങനെ ഓളിപ്പോ പഠിക്കാൻ എന്തിനാണാവോ, ഓള് നേരം വെളുത്താ പോയി അങ്ങനെയൊക്കെ പറഞ്ഞു. ആൾക്കാർ മാറ്റി പറയല് തുടങ്ങി. PSC എനിക്ക് B.Ed എടുക്കാൻ നല്ല ആഗ്രഹമാണ്. അല്ല, ഇനി ഏജ് ഓവർ ആയാലും നമുക്ക് പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കാലോ. പക്ഷെ ഇവരുടെ ആഗ്രഹം അതിന്റെ മേലെ ജ്വലിച്ചു നിന്നു. അതിന് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായി. ഈ വീട്ടിൽ നിന്നുള്ള സ്നേഹത്തോടുള്ള കളിയാക്കൽ ഉണ്ടല്ലോ, അതുപോലും ഇവർക്ക് മോട്ടിവേഷൻ ആയിട്ടുണ്ട്. അവരോട് എന്താ പറഞ്ഞു കൊടുക്കാനുള്ളത്? എനിക്ക് വീട്ടമ്മമാരോട് പറയാനുള്ളത്, നല്ല പഠിക്കാൻ കഴിവുള്ള ആൾക്കാർ, നല്ല പഠിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരും ഉണ്ടാവില്ലേ, ഒരൊന്നും നോക്കണ്ട, ജോയിൻ ചെയ്യുക, പഠിക്കുക, എന്തായാലും കിട്ടും. ഓലെ മനസ്സിലൊരാഗ്രഹം ഉണ്ടെങ്കിൽ അത് പഠിച്ചോ നമുക്ക് നിറവേറ്റി തരും. അതായത് ഇത് ആർക്കും ഉപദ്രവമില്ലാത്ത ഒരാഗ്രഹമല്ലേ. അതെ, ഇത് പഠിച്ചോ ഭാഗത്തേക്കും നല്ലത്, ഭൗതിക ഭാഗത്തേക്കും നല്ലത്. പ്രവാചകൻ പറഞ്ഞു ചൈനയിൽ പോയിട്ടാണ് എഡ്യൂക്കേഷൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഇമ്പോർട്ടൻസ് ആണ്. ഇതാരാ? ഇത് ഞങ്ങളെ ജിം ട്രെയിനറാണ്, ഞങ്ങളെ ഫ്രണ്ടാണ്. താഹിറ. പിന്നെ എന്താ സ്ഥാപനത്തിന്റെ പേര്? ഹൈഫൈ. നിങ്ങൾ തന്നെ? അല്ല, സ്റ്റാഫ് ആണല്ലേ? അടിപൊളി. നമ്മൾ ടീച്ചറാണെങ്കിലും നമ്മളൊരു ഫ്രണ്ട് പോലെ ഓരോടൊക്കെ എന്തൊക്കെയാണ് പോട്ടെ ചോദിക്കാനുള്ളത്. ആള് ഞങ്ങൾ തന്നെ അന്തം വിട്ടു ഈ പ്രാവശ്യം വന്നപ്പോഴേ. ഞങ്ങൾ അവിടെ വന്നപ്പോ എല്ലാരും കരുതിയത് ഇത്ര ഒന്നും കഴിവില്ലെന്ന്, പക്ഷെ ഗ്രൂപ്പിലൊക്കെ ഭയങ്കര ആളെ കുറിച്ച് ആക്റ്റീവാണ്. ഞങ്ങൾ ഇപ്പൊ ടൂർ പോയി ആ സമയത്തും ഞങ്ങൾക്ക് തന്നെ എത്ര ഒരു പോസിറ്റീവാണ്. പക്ഷെ ഈ മാർക്ക് വന്നപ്പോ ഞാൻ ഓളോട് തന്നെ ചോദിച്ചു, കോപ്പി അടിച്ചതാണോ? ഭയങ്കര ഉഷാറാണ്. ഓക്കെ, അപ്പോ ഇവരുടെ ഹസ്ബൻഡിനെ കാണിച്ചു തരാം. എവിടെയാണ്? സൗദിയിലല്ലേ? റിയാദിലാണ്. എന്ത് തോന്നുന്നു? ഭാര്യയുടെ സക്സസ് നിങ്ങളാണ് അതിന്റെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞു, എന്ത് തോന്നുന്നു? പിന്നെ ഇത് ആർക്കെങ്കിലും മോട്ടിവേഷൻ ആകുകയാണെന്നുണ്ടെങ്കിൽ അത് ഓൾക്ക് ബെനിഫിറ്റ് ആകും. അതിന് പുറമെ ഇതേപോലെ പിന്നെ ഒരുപാട് പേരുണ്ടാവും പഠനം പാതി വഴിയിൽ വഴിമുട്ടിക്കുന്നത്. ഓൾക്ക് എൻകറേജ്മെന്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഏതായാലും സന്തോഷട്ടാ.